ഒരു കിച്ചണിൽ ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾ കട്ട്, മസാല ഗ്രൈൻഡിങ്, സ്മൂത്തി ഉണ്ടാക്കല്, ചപ്പാത്തി മാവ് കുഴക്കല്, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. എന്നാൽ ഇതിനൊക്കെ ഓരോരോ അപ്ലയൻസസ് വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ കിച്ചൺ കൗണ്ടർ മുഴുവനായിട്ട് അങ്ങോട്ട് നിറയും അല്ലേ? പക്ഷെ ഈ പറഞ്ഞതെല്ലാം ഒരൊറ്റ മെഷീനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കില്ലേ? അതൊരു മിക്സർ ഗ്രൈൻഡർ മാത്രമല്ലാതെ ഒരു ഫുഡ് പ്രോസസറും കൂടി ആയി കിട്ടിയാൽ ഒന്നുകൂടെ ബെറ്റർ ആയി അല്ലേ? യെസ്, ഈ പ്യുർ മിക്സ് പ്ലസ് മിക്സർ ഗ്രൈൻഡറിൽ അങ്ങനെ എല്ലാം ഉണ്ട്. ബ്രാൻഡ് പറയുന്നത് 40-ലധികം കിച്ചൺ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് കിച്ചൺ സൊല്യൂഷൻ ആണ് എന്നാണ്. ഇതിൽ 800 വാട്ട്സ് തെറാ പവർ മോട്ടർ, 22,500 RPM പെർഫോമൻസ്, 5 ഡിഫറെന്റ് ജാർസ്, ഇതെല്ലാം കിട്ടും. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ 2 ലിറ്ററിന്റെ ഇൻസ്റ്റാ പ്രെപ്പ് ജാർ ആണ്. സംഭവമൊക്കെ ശരി, പക്ഷെ സ്പെസിഫിക്കേഷൻ മാത്രം കേട്ടാൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇത് ശരിക്കും അങ്ങോട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം. വെജിറ്റബിൾ ചോപ്പിംഗ്, സ്ലൈസിങ്, ഷ്രെഡിങ്, മാവ് കുഴക്കല്, മസാല ഗ്രൈൻഡിങ്, സ്മൂത്തി ഉണ്ടാക്കല്, അങ്ങനെ എല്ലാം ചെയ്ത് നോക്കി അവസാനം പറയാം ഈ ബോസ് പ്യുർ മിക്സ് പ്ലസ് ശരിക്കും വെർത്ത് ആണോ എന്നുള്ളത്. അപ്പൊ ഓരോന്നായിട്ട് ഡീറ്റെയിൽ നോക്കാം. ആദ്യം ബോക്സിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ഇതിന്റെ കൂടെ 5 ഡെഡിക്കേറ്റഡ് ജാർ ലഭിക്കുന്നുണ്ട്. ഓരോ ജാറും ഓരോ ആവശ്യങ്ങൾക്കായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 1500 ml വെറ്റ് ഗ്രൈൻഡിംഗ് ജാറ്, 1500 ml ബ്ലെൻഡർ ജാറ്, 1000 ml മൾട്ടി പർപ്പസ് ജാറ്, 600 ml ചട്നി ജാറ്, പിന്നെ 2000 ml ഇൻസ്റ്റാ പ്രെപ്പ് ജാറ്, കൂടാതെ സെക്യൂർ ലിഡ് ലോക്സും നൽകിയിട്ടുണ്ട്. ഈ ബ്ലെൻഡർ ജാറിന്റെ മറ്റൊരു പ്രത്യേകത, ഈ കാണുന്ന മാക്സ് ജ്യൂസ് എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് ഫ്രഷ് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേസമയം തന്നെ മാക്സ് ജ്യൂസ് എക്സ്ട്രാക്ടർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഷേക്ക്, സ്മൂത്തി, കോൾഡ് കോഫി ഇങ്ങനെയുള്ള ബീവറേജസ് വളരെ സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനും ഉപയോഗിക്കാം. അപ്പൊ ഇനി ഈ ജാർസിന്റെ എല്ലാം പെർഫോമൻസ് ഓരോന്നായിട്ട് യൂസ് ചെയ്ത് നോക്കാം. ആദ്യം ഇൻസ്റ്റാ പ്രെപ്പ് ജാർ നോക്കാം. സത്യം പറഞ്ഞ ഈ പ്രോഡക്റ്റിന്റെ ബിഗ്ഗസ്റ്റ് അട്രാക്ഷൻ ഇതാണെന്ന് പറയാം. കാരണം ഈ ഒരു ഒറ്റ അറ്റാച്ച്മെന്റ് മാറ്റുന്നതോട് കൂടി തന്നെ മെഷീന്റെ ജോലി തന്നെ മാറും. വെജിറ്റബിൾ ചോപ്പ് ചെയ്യാം, സ്ലൈസ് ചെയ്യാം, ഷ്രെഡ് ചെയ്യാം, ഗ്രേറ്റ് ചെയ്യാം, ചപ്പാത്തിക്ക് മാവ് വരെ തയ്യാറാക്കാം. ആദ്യം ഇതില് വെജിറ്റബിൾ ചോപ്പിംഗ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഒനിയൻ, ക്യാരറ്റ് പോലുള്ള പല സാധനങ്ങളും എല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ചോപ്പ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും കൂടുതൽ സമയം പോകുന്ന പ്രിപ്പറേഷൻ വർക്ക് ഇവിടെ സെക്കൻഡിലേക്ക് കുറയുന്ന ഫീലാണ്. അടുത്തത് സ്ലൈസിങ് ചെയ്ത് നോക്കാം. ബോഷ് ഇതിനോടൊപ്പം 2-in-1 റിവേഴ്സിബിൾ ഡിസ്ക് നൽകുന്നുണ്ട്. പൊട്ടേറ്റോ, കുക്കുംബർ, ക്യാരറ്റ് ഇതൊക്കെ സ്ലൈസ് ചെയ്തപ്പോൾ കണ്ടില്ലേ, എല്ലാ കഷ്ണങ്ങളും ഏകദേശം ഒരേ കനത്തിലും വലുപ്പത്തിലുമാണ് കിട്ടുന്നത്. ഇനി അതേ ഡിസ്ക് തന്നെ റിവേഴ്സ് ചെയ്തിട്ടിട്ട് ഷ്രെഡിങ്ങും ഒന്ന് ചെയ്തു നോക്കാം. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ് ഇതെല്ലാം ഷ്രെഡ് ചെയ്ത് നോക്കിയപ്പം ഔട്ട്പുട്ട് വളരെ കൺസിസ്റ്റന്റ് ആണ്. എസ്പെഷ്യലി സാലഡ്, സ്റ്റഫിങ്, ഗാർണിഷിങ് എന്നിവയൊക്കെ തയ്യാറാക്കുമ്പോൾ മാനുവൽ ഗ്രേറ്റർ ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരുപാട് സമയം സേവ് ചെയ്യും. ഇനി പേഴ്സണലി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഫീച്ചർ, ഇതിൽ ചപ്പാത്തി മാവ് കുഴക്കാം. അതിന് വേണ്ട നീഡിങ് ഹുക്ക് ഫിറ്റ് ചെയ്ത ശേഷം മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുക. ഈ ഒരു കപ്പ് ഫുള്ളായിട്ട് നമ്മൾ മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്ര വെള്ളമാണ് ഒഴിക്കേണ്ടതെന്ന് ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ബോഷ് ക്ലെയിം ചെയ്യുന്നത് 100 റൊട്ടിക്കുള്ള മാവ് വെറും 10 മിനിറ്റുള്ളിൽ തയ്യാറാക്കാൻ പറ്റുമെന്നാണ്. ഞങ്ങൾ ഈ കാണുന്ന പോലെ നോർമൽ ക്വാണ്ടിറ്റി മാവ് തയ്യാറാക്കാൻ നോക്കി. ഔട്ട്പുട്ട് കൺസിസ്റ്റൻസി ഒരേപോലെയാണ്. കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നേക്കാൾ എത്രയോ
സമയം സേവ് ചെയ്യാൻ ശരിക്കും ഈ ഒരു ഫീച്ചർ സഹായിക്കുന്നുണ്ട്. ഇനി ഇതുവരെ നമ്മൾ ചെയ്ത പ്രിപ്പറേഷൻ വർക്ക് ഒന്ന് നോക്കൂ. ചോപ്പഡ് വെജിറ്റബിൾ, ഒരേ കനത്തിലുള്ള സ്ലൈസുകൾ, പുതുതായി ഷ്രെഡ് ചെയ്ത ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം ഒരേ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത സാധാരണ 20-30 മിനിറ്റ് ഒക്കെ എടുക്കുന്ന പ്രിപ്പറേഷൻ വർക്ക് എത്ര വേഗത്തിലാണ് തീർന്നതെന്നുള്ളത് മനസ്സിലാകും. ഒരു മിക്സർ ഗ്രൈൻഡർ എന്ന നിലയിൽ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. 800 വാട്ട്സ് മോട്ടറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൈൻഡിങ് സ്മൂത്ത് ആണ്. മോട്ടർ അൺനെസസറി ആയിട്ട് സ്ട്രെയിൻ ഒന്നും കാണിക്കുന്നില്ല. വെറ്റ് ഗ്രൈൻഡിങ്ങിലും നല്ല കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ട്. ഇഡ്ലി, ദോശ ഇതുപോലുള്ള മാവൊക്കെ തയ്യാറാക്കുമ്പോൾ ഗ്രൈൻഡിങ് വളരെ സ്മൂത്ത് ആണ്, കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതായത് നമുക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ ഗ്രൈൻഡിങ് ടാസ്കും ഹാൻഡിൽ ചെയ്യാവുന്ന പെർഫോമൻസ് തന്നെയാണെന്ന് പറയാം. ഇനി ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഇതിൽ പൗണ്ടിംഗ് ബ്ലേഡ് ടെക്നോളജി ഉണ്ട്. ഇത് വെറ്റ് ഗ്രൈൻഡിങ്ങിനുള്ള ബ്ലേഡ് അല്ല, ഡ്രൈ ചട്നി, ഡ്രൈ മസാല അങ്ങനെയുള്ള പ്രിപ്പറേഷനൊക്കെ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം പൗണ്ടിംഗ് ബ്ലേഡ് ജാറിൽ ഫിറ്റ് ചെയ്യാം. ഇനി ഇതിലൊരു ഇഡ്ലി ചട്നി തയ്യാറാക്കി നോക്കാം. സാധാരണ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് വളരെ ഫൈനായി ഗ്രൈൻഡ് ആകാറുണ്ട്. പക്ഷേ ഈ പൗണ്ടിംഗ് ബ്ലേഡ് ട്രഡീഷണൽ ഒരലിൽ നമ്മൾ ചതച്ചെടുക്കുന്ന പോലെ ഒരു കോസ് ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പൊടി, ഗരം മസാല പോലുള്ള ഡ്രൈ പ്രിപ്പറേഷന് തയ്യാറാക്കാൻ ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഡ്രൈ മസാലകളുടെ ടെക്സ്ചറും ഫ്ലേവറും റിട്ടേൺ ചെയ്യാൻ ഇത് സഹായിക്കുമെന്ന് ബോഷ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫീച്ചർ ആക്റ്റീവ് ഫ്ലോ ബ്രേക്കർ ടെക്നോളജി. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാൻ ഒരു ഇഡ്ലി മാവ് തയ്യാറാക്കി നോക്കാം. ഗ്രൈൻഡിങ് സമയത്ത് ഇൻഗ്രീഡിയൻസ് ജാറിന്റെ ഉള്ളിൽ ബെറ്റർ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു ഡിസൈന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മാവ് കൂടുതൽ സ്മൂത്ത് ആകുന്നു, നല്ല എയറേഷൻ ലഭിക്കുമെന്നും ബോഷ് ക്ലെയിം ചെയ്യുന്നുണ്ട്. നമ്മൾ അരച്ചിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും മാവ് നല്ല സ്മൂത്ത് ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. റെഗുലറായി ഇഡ്ലി, ദോശ പോലുള്ള റെസിപ്പി തയ്യാറാക്കാൻ ഈ ഫീച്ചർ തീർച്ചയായിട്ടും നല്ല ഉപകാരമാണ്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും ബോഷ് നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ബോഡി സോളിഡ് ആണ്, ജാറിന്റെ ക്വാളിറ്റിയും വളരെ നല്ലതാണ്. ബ്ലേഡ് ക്വാളിറ്റിയും എടുത്തു പറയേണ്ടതാണ്. വർക്കിംഗ് സമയത്തും അത്യാവശ്യം മെഷീൻ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കൂടാതെ ഓവർലോഡ് പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. എക്സസീവായി ലോഡ് വന്നാൽ മോട്ടോർ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് സഹായിക്കും. ഇതിന് ബോഷ് നൽകിയിട്ടുള്ള വാറണ്ടിയും നല്ല രീതിയിൽ തന്നെയാണെന്ന് പറയാം. 7 years മോട്ടോർ വാറണ്ടി നൽകുന്നുണ്ട്. 3 years ഗിയർ ബോക്സ് വാറണ്ടി കിട്ടുന്നുണ്ട്. 2 വർഷത്തെ പ്രൊഡക്റ്റ് വാറണ്ടിയും നൽകുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇതൊക്കെ നല്ല കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു നല്ലൊരു പാക്കേജ് ആണെന്ന് പറയാം. ഓക്കെ, ബോഷിന്റെ ഈ പ്യുവർ മിക്സ് പ്ലസ് വാങ്ങാൻ വർത്ത് ആണോ? ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു സാധാരണ മിക്സർ ഗ്രൈൻഡർ അല്ല. നമ്മുടെ കിച്ചൺ പ്രിപ്പറേഷന്റെ വലിയൊരു ഭാഗം ഈസി ആക്കുന്ന ഒരു അപ്ലയൻസസ് ആണ്. എക്സ്പെഷ്യലി വെജിറ്റബിൾ കട്ടിങ്, സ്ലൈസിങ്, ഷ്രെഡിങ്, മാവ് കുഴക്കൽ, ഗ്രൈൻഡിങ്, ബ്ലെൻഡിങ്, ഇൻസ്റ്റാ പ്രെപ്പ് ജാർ ശരിക്കും ഈ പ്രോഡക്റ്റിനെ ഒരു ഡിഫറെന്റ് കാറ്റഗറിയിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു ഫീച്ചറാണ്. അതോടൊപ്പം ബോഷിന്റെ ബിൽഡ് ക്വാളിറ്റി, മോട്ടോർ പെർഫോമൻസ്, വാറണ്ടി എന്നിവ കൂടി നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ കാലത്തേക്ക് നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാനാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഫീച്ചർ ഏതാണെന്നും നിങ്ങൾ നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന മിക്സർ ഗ്രൈൻഡർ ഏതാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യുക. കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ട് പലരും കമന്റ് ചെക്ക് ചെയ്തിട്ടും ഡിസിഷൻ എടുക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. തീർച്ചയായും അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.